സാർ, നാളെ ദേശീയ പണിമുടക്കാണ്. അതായത് ഇന്ന് ബസ് സമരം മാത്രം ഉണ്ടായിട്ടുള്ളൂ. അതായത് സ്വകാര്യ ബസ് സമരമായിരുന്നു. അതൊരു പക്ഷേ ഞങ്ങൾ അങ്ങനെ വല്ലാണ്ട് ബാധിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പ്രൈവറ്റ് വാഹനങ്ങളിൽ പോയി ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി നാളത്തെ അവസ്ഥ എന്താണ്? അതായത് 9-ാം തീയതി ബുധനാഴ്ച ദേശീയ പണിമുടക്കാണ്. പ്രത്യേകം വാർത്തയിലൊക്കെ പറയുന്നുണ്ട് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും പുറത്തിറക്കാൻ പറ്റില്ല, പിന്നെ അതുപോലെ തന്നെ കടകൾ തുറക്കാൻ പാടില്ല, ആകെ പാല്, പത്രം, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ, അങ്ങനത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ടവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളുണ്ടോ എന്നുള്ളതാണ്. മക്കളെ, ആദ്യം തന്നെ ഇങ്ങനത്തെ ഭയങ്കര പെട്ടെന്നുള്ള അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഒന്നിനല്ല മക്കൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു നമ്മുടെ, അതായത് സ്വകാര്യ ബസ് പണിമുടക്കുണ്ടായപ്പോൾ നമുക്ക് സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്കൂളുകളിലേക്കൊക്കെ പലർക്കും പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ചിലർക്ക് എന്ത് ചെയ്തിട്ടില്ല, സ്കൂളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ബുധനാഴ്ചയും അതേ അവസ്ഥ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല, ചില സ്ഥലങ്ങളിലൊക്കെ വണ്ടി തടയലുണ്ടായിരിക്കും, അതുപോലെ തന്നെ പോകാൻ പറ്റില്ല, ചില സ്ഥലങ്ങളിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങളുടെ ഏരിയക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നടന്നു പോകാൻ പറ്റിയവരുണ്ടാവാം, ചിലപ്പോൾ അടുത്ത് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പോവാം. എന്തായാലും ഔദ്യോഗികപരമായിട്ട് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഇത് പല സംഘടനകളും നടത്തുന്നതാണ്. അതുകൊണ്ട് സർക്കാരാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് സർക്കാർ പറയാതെ നമുക്കൊരിക്കലും സ്കൂളില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. അതുകൊണ്ട് മക്കളെ, ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് നമ്മുടെ 9/7/2025 ബുധനാഴ്ച സ്കൂൾ അവധിയായിരിക്കുമെന്ന് ഇതുവരെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത പക്ഷം നമുക്ക് സ്കൂൾ പ്രവൃത്തി ദിനം തന്നെയാണ്. പോവാൻ പറ്റുന്ന സാഹചര്യമുള്ളവർ പോവാം, അല്ലാത്തവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിവരങ്ങളും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SP_Sahad എന്നുള്ള ഇൻസ്റ്റഗ്രാം ID നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ സെറ്റ്.